ഈ വിരുന്നുകാരെ കാണാൻ വേണ്ടി വന്നു. आखिर में राजा ये मेहमानों को देखने आया. ആ വിരുന്നുകാരുടെ പ്രത്യേകത ഞാനൊന്ന് പറയാം. वो मेहमानों को विशेषता में बताऊं. പണ്ടൊക്കെ ഒരു രാജാവ് ഒരു സ്ട്രീറ്റിൽ കൂടെ വരുന്നെന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇവരെ തല്ലി ഓടിക്കും. हालेलुया. पहले एक राजा एक सड़क से आ रहा मतलब पुलिस वाले सबको भगा देंगे. കണ്ട താണവനും ഭിക്ഷക്കാരനും ഒന്നും രാജാവിനെ കാണാനൊക്കത്തില്ല. जो भिखारी लोग छोटे लोग वहाँ राजा को नहीं देख सकते. ഇവന്മാരെ തല്ലി ഓടിച്ചാണ് രാജാവ് ഇതുവഴി വരുന്നത്. उसका भगा करके फिर राजा आते हैं. ഇപ്പൊ അവരെ എല്ലാം കൂടാണ് അകത്ത് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. अभी उसको अंदर बुलाया गया. പൗലോസിന്റെ ഭാഷയിൽ पौलुस की भाषा में ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ इस्राएल नागरिकता से संबंध नहीं है. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരായി वायदा का कानून को अन्य ഭൂമിയിൽ ദൈവമില്ലാത്തവരായി पृथ्वी पर परमेश्वर नहीं था. പരദേശികളായി പാർത്തവരെ आज जो परदेशी था പുത്രന്റെ രാജ്യത്തിലേക്ക് വീണ്ടെടുത്തു. मगर पुत्र के राज्य के लिए छुटकारे ले തന്റെ लिए. കിട്ടിയവനെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു. जो मिला सबको लेके आया. ഇപ്പോൾ രാജാവ് ഇവരെ നേരിട്ട് ഷെയ്ക്കാൻ ചെയ്യാൻ വരിക. अभी राजा लोगों को मिलने शेकान करने आ रहा है. രാജാവിന്റെ അടുത്തുടപ്പാൻ അർഹതയില്ലാത്തവൻ ഇപ്പൊ രാജാവ് ഷെയ്ക്കാൻ കൊടുക്കാൻ വരിക. राजा का पास से जाने के लिए जो योग्यता नहीं था उनको अभी राजा शेकान कर रहा है. വിരുന്നുകാരെ നോക്കേണ്ടതിന് വന്നു. हालेलुया. मेहमान को देखने आया. അന്ന് എല്ലാവരെയും കണ്ട കൂട്ടത്തിൽ सबको देखने के बीच में ഒരു പുള്ളിക്ക് കല്യാണ വസ്ത്രമില്ല. एक व्यक्ति को शादी का वस्त्र नहीं. യേശു പറഞ്ഞ ഉദാഹരണത്തിലൂടെ ഞാൻ പോകുന്നു. यीशु को उदाहरण में बता रहा हूँ. ഇവനോട് ഒരു ചോദ്യം ചോദിച്ചു, മോനെ നിനക്കെന്താ കല്യാണ വസ്ത്രം ഇല്ലാത്തെ? एक प्रश्न पूछा, बेटा तुमको क्यों शादी का विवाह का कपड़ा नहीं है? അവന് വാക്ക് മുട്ടിപ്പോയി. उसका मुंह बंद हो गया. എന്താ ഇതിന്റെ അർത്ഥം? इसका मतलब അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടി തള്ളി. हाले उसको हाथ पांव बांध करके अंधेरा को में डाल दिया. എന്താ ഇതിന്റെ അർത്ഥം? इसका मतलब क्या? കല്യാണ വസ്ത്രം എന്നാൽ എന്ത്? विवाह का कपड़ा मतलब क्या? ഓരോ രാജാക്കന്മാർ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ एक राजा लोग हालेलुया राजत्व जो पद प्राप्त करते हैं അവരോടുകൂടെ ഒരു കൂട്ടം പ്രധാന ജോലിക്കാരെ കൂടെ അപ്പോയിന്റ് ചെയ്യും. उसके साथ एक मुख्य नौकर लोगों को भी अपॉइंट करते हैं. അപ്പക്കാരുടെ പ്രമാണിയെ രാജാവ് അപ്പോയിന്റ് ചെയ്യും. हालेलुया. रोटी का मुखिया को अपॉइंट करते हैं. ഒന്ന്, രാജാവിന് എന്നും അപ്പം കൊടുക്കണം. राजा को रोज रोटी देना है. രണ്ട്, ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ കൊട്ടാരത്തിൽ ഉണ്ടാകുമ്പോൾ വരുന്ന വിരുന്നുകാർക്ക് അപ്പം കൊടുക്കണം. दूसरा जो विशेष दिन में जो मेहमान आता है उनको रोटी देना है. രണ്ട്, പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ തിരഞ്ഞെടുക്കും. तो ना दाकरस पिलाने वाले के मुखिया को രാജാവിനും പ്രധാന സാഹചര്യങ്ങളിൽ അതിഥികൾക്കും വിളമ്പേണ്ടതിന്. राजा को और विशेष समय में अतिथियों को देने के लिए. മൂന്ന്, വസ്ത്രവിചാരകന്മാരുടെ പ്രമാണിയെ തിരഞ്ഞെടുക്കും. तीसरे वस्त्र देने वाले का मुखिया को चुना. രാജാവിന് വസ്ത്രം ഉണ്ടാക്കുവാനും പ്രത്യേക സന്ദർഭങ്ങളിൽ അതിഥികൾക്ക് വസ്ത്രം കൊടുക്കേണ്ടതിനും. राजा को कपड़ा देने के लिए और अतिथियों को देने के लिए. എന്നിട്ട് രാജാവ് ഒരു പ്രമാണം വയ്ക്കും. और राजा एक व्यवस्था रखता है. ചില പ്രത്യേക സെറിമണികൾ നടക്കുമ്പോൾ, कुछ जब समारोह में പ്രത്യേക ആഘോഷങ്ങൾ നടക്കുമ്പോൾ, विशेष त्योहार में രാജാവിന്റെ അതിഥികൾക്ക് മുഴുവനും രാജാവ് തീരുമാനിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങൾ കൊടുക്കണം. राजा जो निर्णय लेते हैं वैसे विशेष कपड़ा देना है. ഓരോ വിവാഹ ദിവസത്തിലും വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യും. हालांकि एक विवाह के दिन में जो विवाह के लिए जो स्पेशल जो कपड़ा है यहाँ से दिया जाए. എന്നെ ക്ഷണിച്ചാൽ എനിക്കൊരു വിവാഹ വസ്ത്രം അവിടെ കരുതിയിട്ടുണ്ട്. मुझे बुलाया तो मेरे लिए एक विवाह का कपड़ा है वहाँ. കല്യാണം കഴിക്കുന്ന ആരാണ്ടാ? शादी करने वाला और कोई है. അതിഥിയായി ഞാൻ ചെന്നതുകൊണ്ട് എനിക്കൊരു വിവാഹ വസ്ത്രം തരും. मैं मेहमान बन गया इसलिए मुझे एक कपड़ा देगा. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, मैं पहले यहाँ बताया तो बताया പല രാജ്യങ്ങളിലും ഒരു സ്നാനപ്പെടണമെങ്കിൽ അതാത് സഭകൾ കൊടുക്കുന്ന ഒരു ഓവറോൾ ഉണ്ട്, അതിട്ട് സ്നാനപ്പെടാനൊക്കത്തുള്ളൂ. कहीं कहीं कलीसिया में कुछ देशों में जो बपतिस्मा के समय एक नया कपड़ा दे दिया जाता है. നമ്മുടെ ആളുകളാണ് ഇറങ്ങുന്നതെങ്കിൽ സഹോദരിമാർ ഇറങ്ങുന്ന കൂട്ടത്തിൽ സാരി ചിലപ്പം സ്ഥാനം മാറി മാറും. हालेलुया. हमारा बीच में भी हो तो अगर बहन लोग उतरता है तो सारी हट जाएगा. വല്ല യൂറോപ്യൻ കൺട്രിയിലും ആണെങ്കിൽ എല്ലാം കൂടെ അല്പവസ്ത്രമേ ഉള്ളൂ, അതെല്ലാം കൂടെ അഴുക്കാവും, അതെല്ലാം കൂടെ സ്ഥാനം മാറിപ്പോവും. हालेलुया. वो यूरोप में होने से कपड़ा कम है वो हट जाएगा. ഇത് സ്നാനം കാണാൻ വരുന്നവർക്ക് അനുഗ്രഹമല്ല, ദോഷമാണ്. हालेलुया. ये बपतिस्मा देखने के लिए जो आता है उनके लिए आशीष नहीं है, दोष का कारण. സ്നാനപ്പെടുന്ന വ്യക്തി മാന്യതയുള്ളതാണെങ്കിൽ ഇത് അപമാനമാണ്. हालेलुया. बपतिस्मा लेने वाला भी अगर आदरी नहीं है तो उसके लिए भी एक निंदा का कारण है. അതിന് അവരൊരു കാര്യം ചെയ്യും. हालेलुया. इसलिए एक काम करते हैं, കാലിന്റെ പാദം മുതൽ തോൾ വരെ എത്തുന്ന ഒരു ഓവറോൾ അങ്ങ് കൊടുക്കും. हालेलुया. पांव तक पहुंचने वाले एक चोंगा दिया जाता है. എങ്ങും ഒരു സ്ഥാനഭേദവും വരത്തില്ല. कहीं भी कपड़ा हट नहीं जाएगा. ഇത് ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തത്തുള്ളൂ. ये पहना करके बपतिस्मा देते हैं. പിന്നെ എല്ലാവർക്കും മനസ്സിലാത്ത വേറൊരു കാര്യമുണ്ട്. और एक बात दूसरे को जो समझ में आता है ആരെങ്കിലും അവിടെ ചെന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും. कोई फोटो लेके चले जाते हैं. ഞങ്ങളുടെ ചർച്ചിൽ സ്നാനം നടന്നെന്നും പറഞ്ഞു. हमारा कलीसिया में बपतिस्मा हुआ. അപ്പോൾ ആ ഓവറോളിൽ ഏത് ചർച്ചിലാണെന്ന പേരും എഴുതിയിട്ടുണ്ട്. हालेलुया. कौन सा चर्च है उसका नाम भी लिखा हुआ है. ഇങ്ങനെ പല കാരണങ്ങളാ. ऐसी विभिन्न बातें. ഞാനും വിദേശങ്ങളിൽ പല സഭകളിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. मैं भी विदेशों में अलग अलग कलीसिया में बपतिस्मा दिया है. ദൈവത്തിന്റെ മഹാകരുണയാൽ 40-ലധികം രാജ്യങ്ങളിൽ സ്നാനപ്പെടുത്താൻ ദൈവം കൃപ തന്നു. प्रभु का अनुग्रह के कारण में 40 से अधिक देशों में बपतिस्मा दिया. പലയിടത്ത് എന്നാലും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവരുടെ ആളുകളെ അവിടെ സ്നാനപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. अनेक देशों में उनका कपड़ा पहना करके वहाँ बपतिस्मा देते हैं. അതിനായി സ്തോത്രം. उसके लिए धन्यवाद. ഓക്കെ,
ഇതുപോലെയാണ് കല്യാണ വസ്ത്രം. वैसे ही शादी का कपड़ा. അപ്പോൾ ഒരു പുള്ളി കല്യാണ വസ്ത്രം ഇല്ലാതെ വന്നു. एक व्यक्ति शादी का कपड़ा नहीं पहना. ഞാൻ ഇങ്ങനെ പറയാം, वैसे बताओ, ഞാനാണ് ആ കല്യാണത്തിന് വിളിക്കപ്പെട്ടതിൽ ഒരാൾ. समझिए मैं है शादी में बुलाया हुआ एक व्यक्ति. എൻ്റെ കൂടെ ക്ഷണിക്കപ്പെട്ടതിൽ ഒരുത്തൻ പിച്ചക്കാരനായിരുന്നു. मेरे साथ में जो बुलाया गया तो एक भिखारी था. അവന്റെ എല്ലാം കീറി പറഞ്ഞ തുണിയാ. उसका सब फटा पुराना कपड़ा है. ഞാനാണേൽ ഇട്ടിരിക്കുന്ന സഫാരിയാ. मैं सफारी पहना हूँ. വേറൊരാള് എന്തോ ഒരു നാടകശാലയിൽ നിന്ന് വരുന്നത്. दूसरे एक नाटकशाला से आ रहा ആ പുള്ളിക്ക് നാടകശാലയുടെ है. വസ്ത്രശൈലി. नाटकशाला का वो रीति रिवाज है. എനിക്കാണെങ്കിൽ സഫാരിയാ. मेरा सफारी है. ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. मैंने बोला मेरे को शादी का कपड़ा की जरूरत नहीं. ഞാൻ ഓക്കെയാ. मैं तो अच्छा हूँ. പിച്ചക്കാരന് വേണം, भिखारी के लिए चाहिए, എനിക്ക് വേണ്ട. मेरे को नहीं चाहिए. എൻ്റെ സ്റ്റാൻഡേർഡ് നല്ലതാ. मेरा स्तर अच्छा है, മറ്റവന് വേറൊരു സ്റ്റാൻഡേർഡാ. उसका दूसरा स्टैंडर्ड है, എൻ്റെ ഇത് നല്ലതാ. मेरा अच्छा है. എൻ്റെ സ്റ്റാൻഡേർഡ് എന്തെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. मेरा स्तर क्या है मैं खुद निर्णय लिया. ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നല്ലതാണെന്നേ തോന്നത്തുള്ളെന്ന ബൈബിൾ പറയുന്നത്. बाइबल बताते हैं एक एक व्यक्ति अपने अपने विचारों को अच्छा समझता है. മനുഷ്യന് തന്റെ വഴികൾ നല്ലതെന്ന് തോന്നും. मनुष्य को अपना रास्ता अच्छा लगता है. എനിക്ക് എൻ്റെ സഫാരി നല്ലതെന്ന് തോന്നി. मेरे लिए मेरा सफारी अच्छा लगता है. വസ്ത്രം ഉണ്ടെങ്കിലും ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വേണ്ട. कपड़ा दे रहे तो बोला मेरे को नहीं चाहिए. രാജാവ് വന്ന് കൃത്യം എന്നെ പിടിച്ചു. राजा आकर के मुझे पकड़ लिया. ഇന്ത്യയുടെ കല്യാണ വസ്ത്രം. वही शादी का कपड़ा कहाँ है? എൻ്റെ മകന്റെ വിവാഹത്തിന് ഇരിക്കുന്നതിന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് ഞാനാ, നീ അല്ല. मेरा बेटा का शादी में बैठने के लिए ड्रेस कोड नियुक्त करने वाला मैं हूँ, तू ഞാൻ नहीं. ഇട്ടിരിക്കുന്നതിൽ ഒന്നാം തരം സഫാരിയാ. मैं अच्छा सवारी पहना हूँ. പക്ഷെ തമ്പുരാനത് താല്പര്യമില്ല. मगर हालेलुया, राजा परमेश्वर की इच्छा है. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്, मुझे अच्छा लगने वाले बहुत उपदेश है, ഒരുപാട് ജീവിത ശൈലികളുണ്ട്. अलग अलग जीवित शैली है. ദൈവസ്ഥാനത്തിൽ വില പോകത്തില്ല. मगर परमेश्वर के समूह उसका അവനെ कीमत नहीं. കൈയും കാലും കെട്ടി വെളിയിലുള്ള ഇരുട്ടിലേക്ക് തള്ളും. उसको हाथ पाँव बांध करके अंधेरे में डाल दिया. പക്ഷേ ആരായിരുന്നു പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു ഉദാഹരണം കൂടെ പറയാം. पास्टर पॉल गोवाल उसने एक उदाहरण बताया था. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേരിലോട്ട് എടുക്കട്ടെ, MA വർഗീസിനെയാണ് കയ്യും കാലും കെട്ടാൻ വിധിച്ചെന്നിരിക്കട്ടെ. अभी मैं मेरे ऊपर ले रहा हूँ, ठीक है, मुझे हाथ पाँव बांधने का सोच लीजिए. ഞാൻ ആ ദൂതനോട് പറയും, मैं वो दूध से बताऊंगा. ദൂതനെ ദയവ് ചെയ്ത് എല്ലാവരുടെയും മുന്നിലിട്ട് കെട്ടല്ലേ, दूध सबके सामने नहीं बांधना, എന്നെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് मेरे साइड में लेके जाना. എല്ലാവരുടെയും മുന്നിലിട്ട് കെട്ടി എന്തൊരു നാണക്കേടാ. सबके सामने बांधने से कितना बदनामी है. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സഫാരി ഇട്ടിരുന്നു, അതിനേക്കാൾ വലിയൊരു ഡ്രസ്സ് വേറെ ഇല്ല. मेरा युक्ति में मैं सवारी से बड़ा और कोई अच्छा कपड़ा नहीं. ഓക്കെ, രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, വിധി വന്നു, ഇനി ഒന്നും ചെയ്യാൻ നോക്കില്ല. राजा को पसंद नहीं आया, ठीक है जाने दो, हालेलुया. പക്ഷെ ദയവ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് मगर बदनाम करना नहीं करना, वहाँ साइड में लेके जाना. അപ്പോൾ ഈ ദൂതൻ എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, स्वर्गदूत मुझे बताते എടാ हैं, കപട ഭക്ത, एक कपट भक्त, എല്ലാവനും തന്നെത്താൻ നടന്നങ്ങ് നരകത്തിൽ പൊക്കോളൂ. अरे सब लोग चल कर नरक जाएगा. രാജാവ് പറയും, ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ. अधर्म करने वालों मेरे से छोड़कर चले जा. പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോ. शैतान और उसको सेनाओं के लिए किया हुआ हालेलुया उसका आग में जा. എല്ലാവനും തന്നെത്താൻ പോയി തീക്കകത്തങ്ങ് ചാടിക്കോളും. सब लोग अपने आप जा करके गिरेगा आग में. എടാ കപട ഭക്ത, നിന്നെ ഞങ്ങൾക്ക് എടുത്തോണ്ട് പോകേണ്ടിയിരിക്കുന്നു. ये कपट भक्त तुझे हमको उठा के लेके जाना पड़ेगा. നാറുന്ന നിന്നെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കണം. हालेलुया, बदबू मारने वाले तुझे हमको उठा के लेके जाना അതിന്റെ पड़ेगा. മണ്ടയ്ക്ക് നീ എന്നെ മാറ്റിയിട്ട് കെട്ടാൻ കിടക്കടാ താഴോട്ട്. हालेलुया, वहाँ क्यों लेके जाएगा, यहाँ बांधेगा तू. എല്ലാവരുടെയും മുമ്പിലിട്ട് കെട്ടുന്ന ഒരു ദിവസം വരും. सबका सामने बांधने का एक दिन എന്റെ आएगा. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവിക മാനദണ്ഡത്തിലേക്ക് മടങ്ങി വരാം. मेरे प्रिय, हमको परमेश्वर का व्यवस्था में आए. അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെടുന്നതിന് മുന്നമേ, अधर्म का हालेलुया, അധർമ്മ മൂർത്തി വെളിപ്പെടുന്നതിന് अधर्म മുന്നമേ मूर्ति प्रकट होने के पहले ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. प्रभु का हाथ में हम आए. നമ്മൾ ആദ്യത്തെ ദിവസം കുറെ ക്രോപ്പ് സർക്കിൾസ് കാണിച്ചു. മനെ അതൊന്നുകൂടെ എടുക്കണേ. ക്രോപ്പ് वो സർക്കിൾസ് पहले Crop circles पहले दिन में क्रॉप सर्कल दिखाया गया था. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടായിരുന്നു. ये दिन हम देखे थे. കാണാത്ത എത്ര പേരുണ്ട്, കൈയൊന്ന് കണ്ടോട്ടെ. जो नहीं देखे वो लोग हाथ दिखाएंगे जरा. ഒരു കുറച്ച് പേരുണ്ട് കാണാത്തവർ, അവരൊന്ന് കണ്ടു. ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു നിമ്രോദ് കൊണ്ടെന്ന്, കൈ താത്തിട്ടാട്ടെ, നിമ്രോദ് കൊണ്ടെന്ന് കുറെ ചിഹ്നങ്ങൾ ഞാൻ കാണിച്ചു. मैंने पहले कुछ चिन्ह दिखाया था जो निम्रोद लाया था. കാലം അവിടുന്നൊക്കെ അങ്ങ് മാറി. समय सब बदल गया. ഇന്ന് അന്ന് മനുഷ്യന്റെ മുകളിൽ ഈ ചിഹ്നങ്ങൾ പിശാച് അണിയിച്ചു. हालेलुया, आज मनुष्य के ऊपर शैतान ने ये बनाया. उस दिन बनाया. അന്ന് മുതൽ ഇത് തുടരുക. उस दिन से वो आते जा रहे. ടാറ്റുകൾ വരച്ചു, टाटू बनाया, പലതും 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 കാണിച്ചു. अलग अलग दिखाया. ഇന്ന് ദാണ്ട് ഈ കാണുന്നത് ക്രോപ്പ് സർക്കിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. आज हालेलुया हम देख रहे हैं वो क्रॉप सर्कल उसको बुलाते ഈ हैं. കാണുന്നത് എന്താണെന്ന് പറയാം, അന്ന് ഞാൻ കംപ്ലീറ്റ് പറയാൻ പറ്റിയില്ല. हालेलुया, ये क्या है मैं बताऊंगा, मैं उस दिन नहीं बता पाया. ലോകത്തിലെ 22ഓളം രാജ്യങ്ങളിൽ, दुनिया का 22 देशों में കൃപയാൽ ഇന്ത്യ എന്ന കൂട്ടത്തിലില്ല. इंडिया भारत उसमें नहीं है. യൂറോപ്പും അമേരിക്കയും ഒക്കെയാണ് ഇതിന്റെ പ്രധാന ഇടങ്ങൾ. यूरोप और अमेरिका सब है इसका मुख्य देश. ഓസ്ട്രേലിയയിലുണ്ട്. ऑस्ट्रेलिया में है. ആളുകൾ വയലുകൾ കൃഷി ചെയ്തിട്ടേക്കും.
हालेलुया लोग खेत में खेती करते हैं തന്റെ വിളവായി വരുന്ന പരുവത്തിന് जब हालेलुया कटने का समय आ गया പെട്ടെന്ന് ഇതുപോലുള്ള കുറെ ചിത്രങ്ങൾ അതിനകത്തോട്ട് വെളിപ്പെടും. अचानक उसमें कुछ चिन्ह प्रकट हो जाता है അത്ര സ്ഥലത്തെ കോതമ്പ് പിരിച്ചൊടിച്ചും കട്ട് ചെയ്തും കളഞ്ഞിരിക്കുക. हालेलुया उतना जगह का हालेलुया जो गेहूं है वो पौधा है तोड़ मरोड़ के या काट के കൃഷിക്കാരന് ലക്ഷങ്ങളുടെ നഷ്ടം, किसान को लाखों का नुकसान, വരച്ചവൻ ഒരു തമാശ. इसको बनाने वाले के लिए एक मजाक. ആദ്യം शुरुआत से दिखाई ഈ കാണുന്ന ചിത്രം ये जो चिन्ह दिख रहा है കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരന്മാരിൽ ഒരാൾ കണ്ടേച്ചു പറഞ്ഞു, गए दिनों हमारे भाई लोग एक जन देख के बताया സാത്താന്റെ ബൈബിളിന്റെ പുറത്തുള്ള ചിഹ്നത്തോട് ഇതിന് വളരെ സാമ്യതയുണ്ട്. शैतान का बाइबल के ऊपर जो चित्र रखा है इससे वो मिलता जुलता है. സാത്താന്റെ ബൈബിൾ ബൈബിൾ ഓഫ് സൈറ്റൻ, बाइबल ऑफ सैटन करके एक किताब है, അതിന്റെ പുറത്തെ ചിഹ്നത്തോട് ഇതിന് ഏറ്റവും സാമ്യതയുണ്ട്. उसके ऊपर जो चित्र दिया गया है इससे बिल्कुल मिलता जुलता है. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഓർത്തോണം, मेरा प्रियजन याद करना है നമ്മുടെ വീടുകളുടെ തറയിലിടുന്ന ടൈൽസിൽ ഇതിനോട് സമമായ പടങ്ങൾ പലതില്ലേ? हालेलुया हमारा घर का जो टाइल्स है नीचे डाला हुआ इसका मिलता जुलता നമുക്ക് അത് വാങ്ങിക്കാൻ കിട്ടത്തുള്ള എന്തോ വേണം. हालेलुया वही हमको हालेलुया लेने मिलता है. क्या ഇത് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, किस लिए हमको मालूम नहीं. പക്ഷെ ചവിട്ടുന്നത് പൈശാചിക ചിഹ്നത്തിലാണ്. हम अगर पाव रखते हो जो शैतान का चिन्ह में അവനൊരു ക്ലെയിം ഉണ്ട്. उसका एक क्लेम है. നെക്സ്റ്റ് दूसरा ഇത് ഒരു ഒക്കൾട്ടിക് സൈന. ये ओकल्ट जो जादू टोना का एक चिन्ह है. അടുത്തത് तीसरा ഇത് നക്ഷത്രമണ്ഡലങ്ങളെ കുറിക്കുന്ന ഒരു പടത്തിന്റെ ഭാഗമാണ്. ये तारों का मंडल को दिखाने वाले एक चित्र है. ഞങ്ങളുടെ നാട് ഇങ്ങനെയാന്ന് വരച്ച് കാണിക്കുന്നതാകാം. हालेलुया हमारा देश ऐसा है जो दुष्टात्मा बोलते होंगे. അടുത്തത് और ഇറ്റ്സ് ഒക്കൾട്ടിക്. ये भी जादू टोना वाला चिन्ह है. നെക്സ്റ്റ് ഞാൻ കാണാത്ത ഒരുപാടെണ്ണം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. आमीन प्रेज द लॉर्ड. मैं जो देखा ऐसा बहुत है. അണ്ട് അത് തീർത്തും ഒക്കൾട്ടിക്ക. ये भी जादू टोना के चिन्ह है. നെക്സ്റ്റ് 100% ഒക്കൾട്ടിക്ക. 100% जादू टोना का चिन्ह है. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है? ഇനി ഒന്ന് ഓടിച്ചങ്ങ് വിട്ടേക്ക് അത്ര തന്നെ. अभी जल्दी जल्दी हटा देंगे. കീപ് ഓൺ ജമ്പിങ്. हालेलुया जल्दी जल्दी അണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു. वो ध्यान दीजिएगा. നെക്സ്റ്റ് अगला ഗോ ഒക്കൾട്ടിക്ക. हालेलुया जादू टोना का है. ഗോ അങ്ങനെ കാണിച്ചങ്ങ് വിടുക എന്നാണ് ഉദ്ദേശിച്ചത്. जल्दी जल्दी कर दीजिए. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു മനെ. ഇത് പൈശാചിക ചിഹ്നങ്ങൾ. ये सब शैतान का चिन्ह है. പണ്ട് ഇതാ ഗോപുരത്തിന്റെ മേളിൽ വെക്കാൻ കൊണ്ടുവന്നത്. हालेलुया उस दिन वो गुम्मट के ऊपर ये रखना चाहा शैतान. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മനുഷ്യനെ വീഴിക്കുവാൻ, परमेश्वर का रूप और समानता से मनुष्य को गिराने के लिए, പൈശാചിക സാദൃശ്യത്തിൽ കൊണ്ടുവരേണ്ടത് शैतान का समानता मिलाने के लिए മനുഷ്യന്റെ ശരീരത്തെ വരച്ചും കെട്ടിയും വെച്ചതാ. मनुष्य का शरीर में गोद कर रखा हुआ है. ഇതെല്ലാം അധർമ്മത്തിന്റെ മർമ്മമായി ये सब अधर्म का सीक्रेट है. ഇന്നതിന്റെ മൂർത്തി രൂപത്തിലേക്ക് അടുത്തു വരിക. और उसका मूर्ति के रूप में आज आ रहा है. വയലുകളിൽ വരച്ചു പോകുന്ന നിങ്ങൾ ഈ കണ്ടത്. खेत में जो बनाकर जाता है वो आप ഇതിനെക്കുറിച്ച് देखा. ശാസ്ത്രീയമായി ഒരുപാട് ലേഖനങ്ങളുണ്ട്. इसमें विज्ञान का बहुत पत्रियां हैं. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരനല്ല. मुख्य वैज्ञानिक लोग इसके बारे में बताया है. ഇതിനെക്കുറിച്ച് പറയുന്നത് 200 പേര് 200 ദിവസം ഒരുമിച്ചിരുന്ന് ചെയ്താൽ വരയ്ക്കാൻ വയ്യാത്തതാണ് 4 മിനിറ്റ് കൊണ്ട് വരച്ചു പോകുന്നത്. और इनके बारे में बताते हैं 200 जन 200 दिन में नहीं बना सकता है, वो 4 मिनट में बना के चले जाते हैं. മനുഷ്യൻ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളുണ്ട്. मनुष्य बनाने के लिए कोशिश करते होंगे. അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. इसके बारे में मैंने एक एनालिसिस सुना. മനുഷ്യൻ കൈകൊണ്ട് വെട്ടി ഉണ്ടാക്കാൻ നോക്കിയത് കണ്ടാൽ ഉടനെ അറിയാം. मनुष्य अगर काट के बनाया तो देखने से पता चलेगा. ഒരിടത്തു നിന്ന് കട്ട് ചെയ്ത് തുടങ്ങി അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടുത്തേത് വളർന്ന് ചുരുടങ്ങ് മാറും. क्योंकि एक जगह से अगर शुरू किया दूसरे जगह पहुंचा तो ये बढ़ने लगा. വളർന്നുകൊണ്ടിരിക്കുന്ന ഗോതമ്പായി കട്ട് ചെയ്യുന്നത്. ये बढ़ने वाला गेहूं के पौधों को काट रहा है. ഇതിവിടെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് एक सप्ताह 2 सप्ताह वहां पहुंचागा तो അവിടുത്തെ ലൈൻ കറക്റ്റ് ആയിരിക്കും. ഇവിടുത്തെ പോയി അപ്പോഴത്തേക്ക് ഈ वहां का ഗോതമ്പ് सही പിന്നെ होगा, വളരും. यहाँ का तो बढ़ गया, चले गया. മനുഷ്യനെ കൊണ്ടൊക്കത്തില്ല. मनुष्य से संभव नहीं है. എന്നാൽ മറ്റേതോ ശക്തികൾ ചെയ്യുന്നത് मगर दूसरा कोई शक्ति करते हैं. അകലെ നിന്ന് കണ്ടാൽ അറിയാം ഇത് മനുഷ്യന്റെ കൈയല്ല. हाल दूर से देखने से पता चलता है मनुष्य का हाथ नहीं. അടുത്തത് ആ കോതമ്പിന്റെ കിടപ്പ് കണ്ടാൽ അറിയാം ഇത് മനുഷ്യന്റെ അല്ല. और ये गेहूं का जो लेटना देखने से पता चल जाता है मनुष्य का नहीं. ദയവായി ഒന്ന് ശ്രദ്ധിച്ചോണം. ध्यान दीजिएगा. അവിടെ നക്ഷത്രങ്ങളുടെ ചിഹ്നവും ആ സൂര്യന്റെ ചന്ദ്രക്കലയും ഒക്കെ നമ്മൾ കണ്ടല്ലോ. अब हम तारे के चिन्ह और चंद्रमा सब हम देखें. അതിങ്ങനെ ചരിച്ചു വെട്ടിയിരിക്കുക. वो स्लैंटिंग में कटा हुआ. അവർ പറയുന്ന വെള്ളം ഒഴുകുന്നത് പോലെ എന്തോ അതിൽ ഒഴുകി ഇതിനെ വീഴിച്ചിരിക്കുക എന്ന് കണ്ടാൽ തീർത്തറിയാം. हाल वो देखने से पता चल जाए पानी जैसा कुछ बह करके उसको गिराया है. വേറെ എങ്ങും ഒരു വെള്ളവും ഒന്നുമില്ല. दूसरे जगह में कहीं कोई प्रॉब्लम नहीं. ആ ചന്ദ്രക്കലയുടെ ഇവിടം വരുമ്പോൾ ചന്ദ്രക്കല हालियो चंद्र का जो चिन्ह जो था ചരിച്ചു വെട്ടിയിരിക്കുന്ന കാണാം. जो स्लैंटिंग में कटा हुआ है. देखिए അല്ല ചന്ദ്രൻ്റെ വരുമ്പോൾ കീപ് ഓൺ ജമ്പിങ് ആയിട്ട്
और ജമ്പ് ചെയ്തു നെക്സ്റ്റ് അതിനകത്ത് തന്നെ കാണാം കാണാമോ ചരിച്ചു വിട്ടിരിക്കുന്നു इसमें भी स्लैंडिंग में कटा हुआ देखिए, അവിടെ കണ്ട ചരിഞ്ഞു കിടക്കുന്നത് जो वाले गिरा हुआ है। വെള്ളം ഒഴുകി കോതമ്പതിനകത്ത് വീണതുപോലെ അതാണ് ഞാൻ എക്സാക്ട്ലി ഉദ്ദേശിച്ചത്. मैं ये सोच रहा था, അതുപോലെ ചരിഞ്ഞു കിടക്കുന്നത് കാണാം. देखो पानी जैसे बहा गया वहीं से वो അവിടെയെങ്കിലും വെള്ളവും വന്നില്ല, ഒന്നും വന്നില്ല. वहाँ पानी नहीं था, कुछ नहीं था। വളഞ്ഞിരിക്കുന്ന ഓരോ കോതമ്പെടുത്താലും हालेलुया, मुड़ा हुआ एक भी पौधा निकालेगा तो മില്യൺസ് ഓഫ് ദം, അത് മറക്കരുത്, ലക്ഷക്കണക്കിന് കോതമ്പുകൾ ഒരുമിച്ച് ചേർന്ന് ഇതിങ്ങനെ ഉണ്ടാകുന്നത്. लाखों काट करके बनाया गया ही। അതിൽ വളഞ്ഞു കിടക്കുന്നത് ഓരോന്നെടുത്താൽ अगर उसमें जो मुड़ा हुआ एक कर लेने से ചൂടുള്ള റേ ഇതിൽ അടിക്കുന്നത് കൊണ്ട് एक गरम रेशमी उसमें लगता है, അത് इसलिए ചൂടായി അതിനകത്തുനിന്ന് ബബിൾസ് വരുന്നത് കാണാം. हालेलुया, वो गरम होकर वहाँ से बुलबुला निकलते हैं। ഇതിനെക്കുറിച്ച് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടന്നതാണ്. इसके बारे में बहुत इन्वेस्टिगेशन हुआ। അന്യശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. अन्य शक्ति करते ही നാം ഒരു അന്ത്യകാലത്തെത്തി. हम अंत का समय पहुंच गए। ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ഒരു ജനത്തെ ദൈവത്തിന് വേണം. परमेश्वर का रूप और समानता में ये लोगों को प्रभु चाहते हैं। ഈ അന്ത്യകാലത്ത് ഈ മണ്ണിൽ ദൈവശക്തി എൻഫോഴ്സ് ചെയ്യുവാൻ हाल इस पृथ्वी पर परमेश्वर अंत के समय में परमेश्वर का काय राज करने के लिए। ഇന്ന് ഈ കാണുന്ന ചിത്രങ്ങൾ ഇല്ലെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളതാണ് അന്ത്യകാല സംഭവങ്ങൾ എന്ന പുസ്തകം. हालेलुया, ये इतना इन्फॉर्मेशन नहीं होने से भी अंत का समय की किताब है, उसमें बहुत बातें लिखा हुआ। അത് അറിയാവുന്നവർക്ക് ഇത് ഒത്തിരിയും കൂടെ മനസ്സിലാവും. वो जानने वालों को ये और समझ में ഈ आए। കാലഘട്ടങ്ങളിൽ പലതും സംഭവിക്കുക. इस पीढ़ी में बहुत कुछ हो रहा है। നമ്മുടെ ഇടയിൽ ചിലരുണ്ടോ കർത്താവിന് വേണ്ടി നിൽക്കാൻ? हमारे पास कुछ है क्या? हम लोग कुछ है क्या प्रभु के लिए खड़ा होने के लिए? ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഒരു കാറ്റടിക്കാനുണ്ട്. ऐसा है तो वो आपको ऊपर पवित्र आत्मा फूंकने वाला, പെന്തക്കോസ്ത് നാളിൽ അടിച്ചതുപോലെ. पेंतिकोस्त का जैसा फूंकने वाला। അന്ന് യെരൂശലേം ദേവാലയത്തിൽ ഭയങ്കര ആഘോഷം നടക്കുക. उस दिन यरूशलेम मंदिर में बहुत बड़ा त्योहार चल रहा है, ഭയങ്കര ക്രൗഡാണ് അവിടെ. भयंकर भीड़ है वहाँ। ആ ദേവാലയത്തിൽ നിന്ന് മാറി ഒരു 120 പേർ യേശുവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. वो मंदिर से हटकर 120 जन यीशु का वायदा के लिए इंतजार कर रहे हैं। യെരൂശലേമിൽ വന്നിരിക്കുന്നവർ മുഴുവനും ഭക്തിയുള്ള പുരുഷന്മാരാ. यरूशलेम में आए हुआ सब भक्त यहूदी लोग हैं। അഭക്തന്മാർ കള്ളുകുടിക്കാനും നാടകം കാണാനും വന്നവരല്ല. भक्त लोग हालेलुया दारू पीने नहीं आए, ഭക്തിയുള്ള പുരുഷന്മാരാ. भक्त लोग आए। പക്ഷെ അതിന് നടുവിൽ നിന്ന് യേശുവിന്റെ പ്രമാണം ആചരിക്കുന്നവരെ കർത്താവ് മാറ്റി നിർത്തി. उसमें से यीशु का व्यवस्था में कुछ लोगों को हटा कर ദേവാലയത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന ആത്മാവ് मंदिर में उतरने वाला आत्मा ദേവാലയം വിട്ട് മർക്കോസിന്റെ മാളിക മുറിയിലോട്ട് मंदिर छोड़ करके मरकुस का अटारी में उतरा। അവർ ശക്തി ലഭിച്ചവരായി. वो सामर्थ्य बन गया। നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. अपने आंखों को बंद करें। ഇന്ന് പകൽ ശക്തി ഏറ്റുവാങ്ങേണ്ടതിന്, आज दिन को सामर्थ्य लेने के लिए, ദൈവിക അധികാരം ഏറ്റുവാങ്ങേണ്ടതിന്, परमेश्वर का अधिकार लेने के लिए, പുതിയ നിയമത്തിന്റെ ഉപദേശം, नए नियम का उपदेश, ക്രിസ്ത്യാനിയുടെ ദൈവവചനത്തിന്റെ ഉപദേശം, परमेश्वर का वचन का उपदेश, ദൈവവചനത്തിന്റെ ജീവിത ശൈലി, वचन का जीवन रीति, ദൈവവചനത്തിന്റെ എല്ലാം 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 അംഗീകരിച്ച് जीवन का सब कुछ अंगीकार करते हुए ദൈവിക സാദൃശ്യത്തിലും ദൈവിക സ്വരൂപത്തിലും വരുവാൻ परमेश्वर का समानता रूप में आने के लिए ഇന്ന് പകൽ താല്പര്യപ്പെടുന്ന ദൈവ പൈതലേ, आज इच्छा रखने वाले परमेश्वर को നമ്മുടെ മേൽ ഒരു കാറ്റടിക്കും. हमारे ऊपर एक फूकने वाला, അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ. उसके लिए प्रभु हमें सहायता। കർത്താവേ, ഞാൻ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. प्रभु जी आपका जो लोगों को हम आशीष करते അങ്ങ് हैं, തന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ ഒരാഴ്ചത്തെ ക്ലാസ് ഇന്നുകൊണ്ട് നിർത്തി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. आपने जो इसे अनुग्रह दिया उसके अनुसार अपने आज का क्लास को खत्म करके मैं हालेलुया उनको आशीष करता ഈ हूं। അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്റെ മേലിരിക്കട്ടെ. वो ये आशीष उनके ऊपर रहने दे। ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശ്രദ്ധിച്ചവർക്കായി അങ്ങയെ സ്തുതിക്കുന്നു. दुनिया का चारों कोनों में ध्यान देने वाले के लिए धन्यवाद। പ്രതിഷ്ഠിക്കപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ കാറ്റടിക്കണമേ. समर्पण किया हुआ लोगों को ऊपर आपका हवा लगे, ഒരു ഉണർവ് ലോകവ്യാപകമായി നടക്കണമേ. ये जागृति पूरा दुनिया में होने दे, അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु के नाम में आमीन। ആമേൻ. ഇപ്രാവശ്യത്തെ ബൈബിൾ ക്ലാസ് ഇവിടെ കൊണ്ട് ഈ ആഴ്ചത്തേക്ക് നിർത്തുകയാണ്. വരുന്ന ആഴ്ച ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അത് തീരുമാനിച്ച ശേഷം നമുക്ക് അനൗൺസ് ചെയ്യാം. എഴുന്നേൽക്കേണ്ടവർക്ക് ഒന്ന് എഴുന്നേക്കാം. 10 മിനിറ്റോളം ഉണ്ട്. ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടവർ റിഫ്രഷ് ചെയ്തേച്ച് 10:30 മീറ്റിങ്ങിന് വേണ്ടി ദയവായി വന്നാലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. प्रभु आशीष।